നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി വി.ഡി. സതീശനെ മലർത്തിയടിച്ച് കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് വി.ഡി. സതീശൻ നിരന്തരം ഹൈക്കമാൻഡിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം ആ അഭ്യർത്ഥന ചെവിക്കൊണ്ട് KPCC പ്രസിഡന്റ് സുധാകരനെ മാറ്റാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചു. അതിനായി സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒരേ സ്വരത്തിൽ പറഞ്ഞു, സുധാകര, നിങ്ങളെ ഞങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ്. മാറിക്കഴിഞ്ഞാൽ താങ്കൾക്ക് മികച്ച ഒരു അക്കോമഡേഷൻ, മികച്ച പദവി കോൺഗ്രസിൽ ഉണ്ടാകും. ഒരുപക്ഷെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗത്വം വരെ നിങ്ങൾക്ക് നൽകാം. പക്ഷേ നിങ്ങൾ ആദ്യം ഒന്ന് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറണം. ഞാൻ അങ്ങനെ ചെയ്തേക്കാമേ എന്ന് പറഞ്ഞാണ് ഡൽഹിയിൽ നിന്നും വിമാനം കയറി സുധാകരൻ തിരുവനന്തപുരത്തെത്തിയത്. പക്ഷേ തിരുവനന്തപുരത്തെത്തിയപ്പോൾ സുധാകരൻ പ്ലേറ്റ് മറിച്ചു. തന്നോട് KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ ഹൈക്കമാൻഡ് പറഞ്ഞിട്ടേയില്ല. തനിക്ക് ആരോഗ്യമില്ല എന്നൊക്കെ കേരളത്തിലെ ഒരു നേതാവ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തനിക്ക് നല്ല ആരോഗ്യമുണ്ട്, മരണം വരെ കേരളത്തിലെ KPCCയെ താൻ നയിക്കുമെന്ന് വരെ സുധാകരൻ പറഞ്ഞു കളഞ്ഞു. എന്ന് വച്ചാൽ വി.ഡി. സതീശനും കോൺഗ്രസ് ഹൈക്കമാൻഡിനും ഒരേ സമയം ചെക്ക് വെക്കുകയായിരുന്നു സുധാകരൻ. ഇതോടെ സതീശനും പരിഭ്രാന്തിയിലായി, കോൺഗ്രസ് ഹൈക്കമാൻഡും പരിഭ്രാന്തിയിലായി. കാരണം സുധാകരനെ അനുനയിപ്പിച്ച് ഇറക്കി വിട്ടില്ല എങ്കിൽ, സുധാകരനെ പ്രകോപിപ്പിച്ച് ഇറക്കി വിട്ടാൽ പിന്നെ കേരളത്തിൽ ബോംബ് പൊട്ടുന്ന അവസ്ഥയായിരിക്കും കോൺഗ്രസിൽ. കാരണം മേളിൽ ആകാശവും താഴെ ഭൂമിയും എന്നുള്ള അവസ്ഥയിലാണ് സുധാകരൻ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് ഇനി ഒന്നും നോക്കാനില്ല. KPCC അധ്യക്ഷൻ വരെയായി, സംസ്ഥാനത്തെ മന്ത്രിയായി, പലതവണ MP-യും MLA-യുമായി. ഇനി അദ്ദേഹത്തിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ മോഹങ്ങളൊന്നുമില്ല. അപ്പോൾ പ്രകോപിപ്പിച്ച് ഇറക്കി വിട്ടാൽ അദ്ദേഹം ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നുള്ള ഭയം കോൺഗ്രസ് ഹൈക്കമാൻഡിനും വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുമുണ്ട്. അതുകൊണ്ടാണ് സുധാകരനെ അനുനയ സ്വരത്തിൽ ഒന്ന് പതിയെ വിളിച്ച് ഇറക്കി വിടാമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. സുധാകരനാകട്ടെ ബുദ്ധിപൂർവ്വം, വളരെ ബുദ്ധിപൂർവ്വം ഹൈക്കമാൻഡ് പറഞ്ഞതെല്ലാം മൂളിക്കേട്ടു. മല്ലികാർജുന ഖാർഗെയോടും രാഹുൽ ഗാന്ധിയോടും സുധാകരൻ പറഞ്ഞു, നിങ്ങൾ എന്ത് പറയുന്നോ അത് ഞാൻ കേൾക്കും, ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോവും. അതോടുകൂടി മല്ലികാർജുന ഖാർഗെക്കും രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായി. അവർ നേരെ വണ്ടി കയറ്റി സുധാകരനെ തിരുവനന്തപുരത്തേക്ക് വിട്ടു. പക്ഷേ തിരുവനന്തപുരത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് സുധാകരൻ്റെ തനി സ്വഭാവം മനസ്സിലായത്. ഒരു കാരണവശാലും KPCC അധ്യക്ഷ സ്ഥാനം താൻ ഒഴിയില്ലെന്നും അതിനുള്ള ആരോഗ്യമൊക്കെ തനിക്കുണ്ടെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നോട് മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു കളഞ്ഞു. സുധാകരന് കിട്ടുന്ന പിന്തുണ ശശി തരൂരിൽ നിന്നും, മുരളീധരനിൽ നിന്നും, രമേശ് ചെന്നിത്തലയിൽ നിന്നുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് പിന്നിൽ ചില നേതാക്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. സുധാകരനെ മാറ്റരുതെന്നും ഇപ്പോൾ സുധാകരനെ മാറ്റേണ്ട ആവശ്യമില്ലെന്നും ഈ നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും വി.ഡി. സതീശൻ്റെയും കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുടെയും നിരന്തരമായ അഭ്യർത്ഥനയെ മാനിച്ചാണ് സുധാകരനെ മാറ്റാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. അപ്പോൾ സുധാകരൻ എന്ത് ചെയ്തു? സതീശനും ഹൈക്കമാൻഡിനും ചെക്ക് വെച്ചു. തന്നോട് മാറാൻ ഹൈക്കമാൻഡ് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇനി ഹൈക്കമാൻഡ് എന്ത് ചെയ്യും? സുധാകരനോട് മാറാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ഇനി ഹൈക്കമാൻഡിന് തുറന്നു പറയാൻ പറ്റുമോ? അതില്ല. ഇനി സുധാകരൻ എടുത്ത് മാറ്റാൻ പറ്റുമോ? അതുമില്ല. മാറ്റിക്കഴിഞ്ഞാൽ സുധാകരൻ്റെ പ്രതികരണം എന്തായിരിക്കും? അത് ഹൈക്കമാൻഡിന് ഓർക്കാനേ വയ്യ. കാരണം ഉടക്കിക്കഴിഞ്ഞാൽ, തെറ്റിക്കഴിഞ്ഞാൽ സുധാകരൻ ഇപ്പോഴും പുലിയാണ്. ഏത് തരറ്റം വരെയും അദ്ദേഹം പോകാൻ തയ്യാറാവും. അത് കേരളത്തിലെ കോൺഗ്രസിന് വലിയ ഒരു രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കും. കാരണം വരുന്ന ഒരു വർഷത്തിനുള്ളിൽ 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളാണ് കോൺഗ്രസ് നേരിടാൻ പോകുന്നത്. കോൺഗ്രസിൻ്റെ വിധി നിർണായകമായ 2 തെരഞ്ഞെടുപ്പുകളാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലില്ല. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ വിധി നിർണായകമാണ്. കേരളത്തിലെ കോൺഗ്രസ് നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത്. അവിടെ സുധാകരനെ പോലെ ഒരു ജനപിന്തുണയുള്ള നേതാവ് കയറി കലക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പ്രതീക്ഷിക്കാനില്ല. അതുകൊണ്ട് തന്നെ സുധാകരനെ പരമാവധി സുഖിപ്പിച്ച് അനുനയിച്ച് ഒന്ന് കസേരയിൽ നിന്ന് ഇറങ്ങിത്തന്നാൽ പിന്നെ താങ്കളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, വർക്കിംഗ് കമ്മിറ്റിയിലാണെങ്കിൽ അവിടെ ഇരുത്തിക്കോളോ, പ്ലീസ് ഒന്ന് ഇറങ്ങിത്തരണമെന്നാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും പറഞ്ഞത്. അതിനെന്താ, ഞാൻ ഇറങ്ങിത്തന്നോളാം, ഒന്ന് തിരുവനന്തപുരത്ത് എത്തിക്കോട്ടെ എന്നാണ് സുധാകരൻ പ്രതികരിച്ചത്. പക്ഷേ തിരുവനന്തപുരത്ത് എത്തിയതോടെ ഈ പറയുന്ന സുധാകരൻ സടകുടഞ്ഞെഴുന്നേറ്റു, പഴയ കണ്ണൂർ സിംഹമായി മാറി. വി.ഡി. സതീശനെ ആദ്യം വെല്ലുവിളിച്ചു. അതാണ് ഒരു നേതാവ് എനിക്കെതിരെ കേരളത്തിൽ പ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഏതായാലും ഹൈക്കമാൻഡും സതീശനുമൊക്കെ ആശയക്കുഴപ്പത്തിലാണ്. അവരൊക്കെ ഇടിവെട്ട് കൊണ്ട അവസ്ഥയിലാണ്. സുധാകരനെ മാറ്റാനും കഴിയുന്നില്ല, എന്നാൽ സുധാകരനെ മാറ്റിയേ തീരൂ എന്നുള്ള അവസ്ഥയിലാണ്. ഏതായാലും
കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ സുധാകരനെ അനുനയിപ്പിച്ച് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം. എന്നിട്ട് അവിടെ ആന്റോ ആന്റണിയെ കയറ്റിയിരുത്തണം. കാരണം ആന്റോ ആന്റണി VD സതീശന്റെ സ്വന്തം ആളാണ്. അതുകൊണ്ട് ആന്റോ ആന്റണിയെ കയറ്റിയിരുത്തി കഴിഞ്ഞാൽ പിന്നെ സതീശന്റെ കയ്യിൽ ഈ പാർട്ടി നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് തരൂരും ഈ പറയുന്ന K മുരളീധരനും രമേശ് ചെന്നിത്തലയും ഒക്കെ സുധാകരൻ മാറരുത് എന്ന് പറയുന്നത്. ഏതായാലും ഒരു കാര്യം തീരുമാനിക്കപ്പെട്ടു. കോൺഗ്രസ് ഹൈക്കമാൻഡ് ശരിക്കും വെട്ടിലായിരിക്കുകയാണ്. ഒന്നുകിൽ സുധാകരനെ ബലം പ്രയോഗിച്ച് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം. അങ്ങനെ മാറ്റിയാൽ സുധാകരന്റെ പ്രതികരണം എന്തായിരിക്കും? ആ പ്രതികരണം പാർട്ടി എങ്ങനെ ബാധിക്കും? ഇത് ഹൈക്കമാൻഡിന് വലിയൊരു ഭയം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ VD സതീശന്റെ കാര്യം. VD സതീശനെ എന്തെങ്കിലും ഒരു തുറന്ന ആക്രമണം സുധാകരൻ നടത്തിയാൽ അത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ സാധ്യതകളെ വലിയ തോതിൽ ബാധിക്കും. യഥാർത്ഥത്തിൽ ഇപ്പോൾ VD സതീശനും കോൺഗ്രസ് ഹൈക്കമാൻഡും പെട്ടുപോയ അവസ്ഥയിലാണ്.